പുതിയ തെരുവിലെ ഗതാഗത കുരുക്കഴിക്കാൻ നടത്തിയ പരിഷ്കരണത്തിന് പിന്തുണയുമായി നഗരവികസന സംരക്ഷണ സമിതി പരിഷ്കരണം അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി പുതിയ തെരുവിൽ സംരക്ഷണ സമിതി ഒത്തുചേർന്നു. രാഷ്ട്രീയ പകപോക്കലിന് പുതിയ തെരുവിനെ വിട്ടുകൊടുക്കരുതെന്ന് മുൻമന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. പുതിയ തെരുവിൽ ഗതാഗത കുരുക്കഴിക്കാൻ നടത്തിയ പരിഷ്കാരത്തിനെതിരായ വ്യാപാരി സംരക്ഷണ സമിതിയുടെ വിമർശനങ്ങളെ തള്ളുകയാണ് പുതിയ തെരു നഗരവികസന സംരക്ഷണ സമിതി. പതിറ്റാണ്ടുകളായി ഗതാഗത കുരുക്കിൽ അമർന്ന പുതിയ തെരുവിനെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണ സമിതി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു നീക്കത്തിനും നിന്നുകൊടുക്കരുതെന്ന പ്രഖ്യാപനം കൂടിയാണ് ജനകീയ സദസ്സ് നടത്തിയത്. പുതിയ തെരുവിലെ ഗതാഗത കുരുക്കഴിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച KV സുമേഷ് MLAക്കുള്ള ഐക്യദാർഢ്യം കൂടിയായി സംരക്ഷണ സമിതിയുടെ ജനകീയ സദസ്സ്. മുൻമന്ത്രി ഇ പി ജയരാജൻ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മാതൃകാപരമായ ഗതാഗത പരിഷ്കരണമാണ് പുതിയ തെരുവിൽ നടപ്പാക്കിയതെന്നും നാടിന്റെ പുരോഗതിയെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്കും നാടിന്റെ പിന്തുണ ഉണ്ടാകില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തെറ്റായ നിലപാട് സ്വീകരിച്ചു പോയാൽ നാടിന്റെ ആകെ വികസനത്തെ മുരടിപ്പിക്കൂ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കണം. ഇവിടെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടില്ലാതിരിക്കണം. കോൺഗ്രസിന് പറ്റിയിട്ടുള്ള ആജന്മമായി അവർക്ക് പറ്റിയിട്ടുള്ള ഒരു പെശകിന്റെ തുടർച്ചയാണ്. ഇങ്ങനെ വികസനത്തെ എതിർത്ത് നാടിന്റെ പുരോഗതി എതിർത്താൽ കോൺഗ്രസ് ഉണ്ടാകില്ല എന്ന് അവർ മനസ്സിലാക്കണം. അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏത് വികസന കാര്യങ്ങളിൽ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു വികസന കാര്യങ്ങളിൽ അവരിപ്പോൾ ഉണ്ടോ? ഗതാഗത പരിഷ്കരണം വേണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പുതിയ തെരുവിൽ വന്ന് പ്രസംഗിച്ചത്. നാടിന്റെ പുരോഗതിയെ എതിർത്താൽ കോൺഗ്രസ് ഇല്ലാതാകുമെന്ന കാര്യം മറക്കരുത്. കേരളത്തിന്റെ ഒരു വികസന പ്രവർത്തനത്തിനും കോൺഗ്രസുകാർ സഹകരിക്കുന്നില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. വ്യാപാരികളെ കബളിപ്പിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയമാണ് പുതിയ തെരുവിൽ ചിലർ നടത്തുന്നതെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി. കൂട്ടായ ചർച്ചയിലൂടെയും ആസൂത്രണത്തിലൂടെയുമാണ് KV സുമേഷ് MLAയുടെ നേതൃത്വത്തിൽ പുതിയ തെരുവിൽ ഗതാഗത പരിഷ്കരണം നടപ്പാക്കിയത്. ഇതിന്റെ ഗുണം ഓരോ ആളുകളും അനുഭവിക്കുന്നുണ്ട്. സങ്കുചിതമായ മനോഭാവത്തോടുകൂടി പെരുമാറുന്നവർ ഒറ്റപ്പെടുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. LDF അഴീക്കോട് മണ്ഡലം കമ്മിറ്റി കൺവീനർ പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KV സുമേഷ് MLA, CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, CPM ഏരിയ സെക്രട്ടറി KP സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, P രമേശ് ബാബു, ചെറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് AP ശ്രുതി, അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ്, നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് K രമേശൻ, KP ജയപാലൻ, ഹമീദ് ഹാജി, P പ്രശാന്തൻ, AP അൻവീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.